നമ്മുടെ രാജ്യത്തെ ഈ ജാതി പ്രശ്നം ഇനിയും എത്ര ദുരഭിമാന കൊലപാതകങ്ങൾക്ക് കാരണമാകുമെന്നുള്ള ചോദ്യമാണ് എല്ലാവർക്കും ഉള്ളത്. ഇതിപ്പോ പറയാൻ കാരണം അടുത്തിടെ തിരുനെൽവേലിയിൽ കവിൻ എന്ന ഒരു ആൺകുട്ടിയുടെ കൊലപാതകം. ഈ ഒരു സംഭവമാണ് മാധ്യമങ്ങൾ എന്നല്ല യൂട്യൂബിലും എല്ലായിടങ്ങളിലും വളരെ ചർച്ചയോടുകൂടി സംസാരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ അറിയാൻ പോകുന്നത് കവിൻ എന്ന ആൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു, ഇതിനുശേഷം ഭാവിയിൽ ഇത്തരം സംഭവങ്ങളെ എങ്ങനെ തടയാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാൻ പോകുന്നത്. ദയവ് ചെയ്ത് അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഏകദേശം ഒരാഴ്ചയ്ക്ക് മുൻപ് തിരുനെൽവേലിയിൽ ക്രൂരമായി കൊല്ലപ്പെട്ട കവിൻ കുമാർ എന്ന ആൺകുട്ടിക്ക് 26 വയസ്സ്. തൂത്തുക്കുടിക്കടുത്തുള്ള ആറുമുഖം മംഗല എന്ന ഗ്രാമത്തിൽ നിന്നുള്ളയാളാണ്. അദ്ദേഹം ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു വളർന്നെങ്കിലും 10ാം ക്ലാസ്സിൽ 490 മാർക്ക് നേടി. അതിനുശേഷം അവൻ കോളേജിൽ ഗോൾഡ് മെഡലിസ്റ്റ് ആണ്. പിന്നീട് ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് IT ഇൻഡസ്ട്രിയിൽ ചെന്നൈയിലെ TCSൽ ജോലി ചെയ്യുകയാണ്. പ്രതിവർഷം 12 ലക്ഷം രൂപ ശമ്പളവും വാങ്ങുന്നു. അപ്പോൾ നല്ലൊരു പൊസിഷനിലാണ്. ഇടയ്ക്കിടെ ലീവ് എപ്പോഴാണോ ലഭിക്കുന്നത് അപ്പോഴെല്ലാം സ്വന്തം നാട്ടിൽ പോയി വരും. ഇദ്ദേഹത്തിന്റെ അച്ഛൻ കൃഷി ചെയ്യുകയാണ്, അമ്മ സ്കൂൾ അധ്യാപികയായി ജോലി ചെയ്യുന്നു. കൂടെ ഒരു അമ്മാവനുണ്ട്, വളരെ വയസ്സായ ഒരു മുത്തശ്ശനുമുണ്ട്. ഈ മുത്തശ്ശൻ പഞ്ചാബിൽ വർഷങ്ങളായി പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പോൾ വിരമിക്കുകയും വയസ്സായത് കാരണം വീട്ടിൽ വിശ്രമിക്കുകയും ചെയ്യുന്നു. ഇതാണ് കവിൻ കുമാർ എന്ന ഈ ഒരു വ്യക്തിയുടെ കുടുംബം. ഈ കവിൻ കുമാർ താൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ, ഒരു 10ാം ക്ലാസ് 11ാം ക്ലാസ് ആ സമയം മുതൽ തന്നെ സുഭാഷിണി എന്നൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. സുഭാഷിണിയും തിരികെ പ്രണയിച്ചിരുന്നു. ഇപ്പോൾ സ്കൂൾ കാലം മുതൽ 2 പേർക്കും പ്രണയം ഉണ്ടായിരുന്നു. സുഭാഷിണിയുടെ കുടുംബത്തെക്കുറിച്ച് ഇനി പറയുകയാണെങ്കിൽ അച്ഛൻ അമ്മ 2 പേരും പോലീസ് വകുപ്പിലാണ്. അച്ഛന്റെ പേര് ശരവണൻ, SI ആയി ജോലി നോക്കുന്നു. അമ്മയുടെ പേര് കൃഷ്ണകുമാരി, അവരും SI തന്നെയാണ്. ഈ സുഭാഷിണി എന്ന പെൺകുട്ടിക്ക് സുർജിത്ത് എന്ന ഒരു സഹോദരനുമുണ്ട്. ഒരു മനോഹരമായ കുടുംബം. എന്നാൽ ഇവർക്ക് 2 പേർക്കും ഇടയിലുള്ള പ്രശ്നം, 2 പേരും വ്യത്യസ്ത ജാതിയാണ്, വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ടവരാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും. നമുക്കറിയാം, നമ്മുടെ ഈ സാമൂഹിക ഘടനയിൽ വ്യത്യസ്ത ജാതിയിൽ നിന്നുള്ളത്, വ്യത്യസ്ത മതത്തിൽ നിന്നുള്ളവർ വിവാഹം കഴിക്കുന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. അതും സാധാരണ വിവാഹം പോലെയല്ല, ഒറ്റ ജാതി മതത്തിൽ നടക്കുന്ന വിവാഹം പോലെ ആയിരിക്കില്ല. ഒന്നുകിൽ ഒളിച്ചോടണം, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സമ്മതമില്ലാതെ ക്ഷേത്രത്തിലോ പള്ളിയിലോ വെച്ച് സിമ്പിളായി വിവാഹം നടത്തുക. അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള വിവാഹങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രണയിക്കുന്ന സമയത്ത് തന്നെ ഇവർക്കറിയാം, ഇവർ വ്യത്യസ്ത ജാതി ആയതുകൊണ്ട് എന്നായാലും ഒരു ദിവസം പ്രശ്നം ഉണ്ടാകുമെന്നവർക്കറിയാം. അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസം എല്ലാം പൂർത്തിയായി 2 പേരും ഉയർന്ന വിദ്യാഭ്യാസത്തിനായി വ്യത്യസ്ത നഗരങ്ങളിലേക്ക് പോകുന്നു. കവിൻ വേറെ കോളേജിൽ ജോയിൻ ചെയ്യുന്നു. സുഭാഷിണി എന്ന പെൺകുട്ടി സിദ്ധവൈദ്യം പഠിക്കാനായി പാളയംകോട്ടിൽ പഠനത്തിനായി പോയി. പഠനം കഴിയുന്നു. തിരുനെൽവേലിയിൽ അവൾ ഒരു ആശുപത്രിയിൽ ജോലിക്ക് കയറുകയും ചെയ്തു. കവിൻ പഠനം അവസാനിപ്പിച്ചിട്ട് ചെന്നൈയിൽ TCSൽ ജോലി ചെയ്യുന്നു. ഈ സമയമാണ് കവിന്റെ വീട്ടിലെ മുത്തശ്ശന് സുഖമില്ലാതാകുന്നു. അദ്ദേഹത്തെ പല ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ചു, എന്നാൽ യാതൊരു ഭേദവുമില്ല. ഈ സമയം സുഭാഷിണി കവിനോട് പറഞ്ഞത്, ഞാനിപ്പോൾ തിരുനെൽവേലിയിൽ ഒരു സിദ്ധ ആശുപത്രിയിൽ ജോലി ചെയ്യുകയല്ലേ, ഇവിടേക്ക് നീ കൊണ്ടുപോവാ, അദ്ദേഹത്തെ നല്ല രീതിയിൽ അഡ്മിറ്റ് ചെയ്ത് എല്ലാ ചികിത്സയും നമുക്ക് നൽകാമെന്ന് അവൾ പറഞ്ഞു. അങ്ങനെ സുഭാഷിണി ഇങ്ങനൊരു വാക്ക് കൊടുത്തത് കൊണ്ട് തന്നെ കവിൻ കുമാർ ഒരു ദിവസം ചെന്നൈയിലെ തന്റെ ഓഫീസിൽ നിന്നും ലീവ് എടുക്കുകയും നേരെ സ്വന്തം വീട്ടിലേക്ക് പോയി. അങ്ങനെ കവിന്റെ മുത്തശ്ശൻ, അവന്റെ അധ്യാപികയായ അമ്മ, അവന്റെ അമ്മാവൻ, ഈ 4 പേരും ഈ തിരുനെൽവേലിയിലുള്ള സിദ്ധ ആശുപത്രിയിലേക്ക് വന്നു. സുഭാഷിണി കവിന്റെ അമ്മയോടും അമ്മാവനോടും മുത്തശ്ശനോടൊക്കെ സംസാരിച്ച് എങ്ങനെ ചികിത്സ നടത്തണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. വേറൊരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്, കവിൻ ഇവരോടൊപ്പം വന്നത് എനിക്കറിയില്ല എന്ന് സുഭാഷിണി സ്റ്റേറ്റ്മെന്റ് കൊടുത്തതായി പറയുന്നു. അപ്പോൾ ഇങ്ങനെ കവിൻ ആശുപത്രിയിൽ കാത്തിരിക്കുന്ന സമയം സുഭാഷിണിയുടെ സഹോദരൻ 24 വയസ്സുള്ള സുർജിത്ത് അവിടേക്ക് വരുന്നു. അവൻ 24 വയസ്സ്, കോളേജ് പഠനമെല്ലാം പൂർത്തിയായി. അവൻ അവിടെ എത്തി കവിനോട് സംസാരിച്ചു. സുഭാഷിണിയെ കവിൻ പ്രണയിക്കുകയാണെന്ന് സുർജിത്തിന് നന്നായി അറിയാം. സുർജിത്ത് കവിന്റെ അടുത്ത് ചെന്നിട്ട്, എന്റെ അച്ഛനും അമ്മയ്ക്കും നിങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് എന്തോ സംസാരിക്കാനുണ്ടെന്ന് നിന്നോട് പറയുകയാണ്, നീ എന്നോട് കൂടെ വരണമെന്നും സുർജിത്ത് പറഞ്ഞു. കവിനും അത് വിശ്വസിച്ച് അവന്റെ കൂടെ പോയി. ഇവർ 2 പേരും തൊട്ടടുത്ത് എവിടെയോ പോയാണ് സംസാരിച്ചത്. എന്നാൽ അതുവരെ വളരെ സോഫ്റ്റായി സംസാരിച്ചു കൊണ്ടിരുന്ന സുർജിത്ത് പിന്നീട് അവന്റെ ആ ഒരു സ്വരമെല്ലാം മാറാൻ തുടങ്ങി. ഞാൻ എത്രയോ തവണ നിന്നോട് പറഞ്ഞു, എൻ്റെ സഹോദരിയുമായി സംസാരിക്കാൻ പാടില്ല, ഫോൺ സംസാരിക്കാൻ പാടില്ല, നേരിട്ടിങ്ങനെ കാണാൻ പാടില്ല എന്നൊക്കെ. നീ കേൾക്കില്ല അല്ലേ? ഒരുമിച്ച് ബൈക്കിലൊന്നും കറങ്ങരുത് എന്ന് ഞാൻ പറഞ്ഞു, അതും നീ കേൾക്കില്ല. എന്റെ സഹോദരിയെ വിവാഹം കഴിക്കാനുള്ള താല്പര്യം പോലും നിനക്ക് ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതും നീ കേട്ടില്ല.
അപ്പോൾ ഞാനീ പറയുന്ന ഒന്നും നീ കേൾക്കില്ല അല്ലേ? നിനക്ക് അവസാനമായി ഞാനൊരു മുന്നറിയിപ്പ് നൽകാം. എൻ്റെ സഹോദരി ഉപേക്ഷിച്ച് നീ പോകണമെന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകി. ഇതെല്ലാം കേട്ടപ്പോൾ കവിന് നല്ല ദേഷ്യം വന്നു. കാരണം കവിൻ ഒരു സൈഡ് മാത്രം, ഒരു ഏകപക്ഷീയമായല്ല പ്രണയിക്കുന്നത്, സുഭാഷിനിയും തിരികെ പ്രണയിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും ഇടയിൽ, ഈ സുർജിത്തിനും കവിനും ഇടയിൽ വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാകുന്നു. എന്നാൽ സുർജിത്ത് ഇതിനകം തന്നെ ഒരു പദ്ധതിയുമായിട്ടാണ് വന്നത്. ഇതൊന്നും കവിൻ അറിയില്ല. ഒന്നുകിൽ തന്റെ സഹോദരി ഉപേക്ഷിച്ച് പോകാമെന്ന് കവിൻ ഒരു വാക്ക് നൽകണം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ അവനെ കൊല്ലണം. ഈ ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയാണ് അവൻ വന്നത്. ഇപ്പോ ഇവർക്കിടയിൽ തർക്കം കൂടിയപ്പോൾ സുർജിത്ത് കയ്യിൽ മുളക് പൊടി കൊണ്ടുവന്നിരുന്നു. അത് കവിന്റെ കണ്ണിലേക്ക് തെറിപ്പിച്ചു. കവിൻ ഇപ്പൊ എന്ത് ചെയ്യണമെന്നേ അറിയില്ല. ഈ സമയം സുർജിത്ത് താൻ മറച്ചു വെച്ചിരുന്ന ഒരു അരിവാളെടുത്ത് വളരെ ക്രൂരമായി തന്നെ കവിനെ അവിടെ വെട്ടിക്കൊല്ലാൻ തുടങ്ങി. തിരുനെൽവേലി വെച്ച് തന്നെ കൊന്നതിന് ശേഷം പോലും സുർജിത്ത് കവിന്റെ മുൻപിൽ നിന്ന് ചില ഡയലോഗുകൾ പറഞ്ഞു. ഇത് കേട്ടുകൊണ്ടിരുന്ന ചില ആളുകൾ പറഞ്ഞതാണിത്. നോക്ക്, നിന്റെ മകനെ നീ എടുത്തുകൊണ്ടുപോ. ഇനി എന്റെ അച്ഛനും അമ്മെങ്കിലും ഒന്ന് സമാധാനത്തോടു കൂടി ജീവിക്കട്ടെ. ഈ ഒരു ഡയലോഗ് അവൻ പറഞ്ഞതായി ചില മാധ്യമങ്ങളിൽ പറയുന്നുണ്ട്. എന്നാൽ ഈ കൊലപാതകം ഒരുപാട് പേർ കണ്ടതുകൊണ്ട് തന്നെ പോലീസിൽ ഇതിനെക്കുറിച്ചുള്ള വിവരം പോകുന്നു. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ സുർജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഇപ്പോ കവിന്റെ മരണത്തെക്കുറിച്ച് അച്ഛനും അമ്മയും അറിയുന്നു. എല്ലാവരും വല്ലാതെ ഞെട്ടി. അവർ ആദ്യം ചെയ്തത് കവിന്റെ മൃതദേഹം സ്വീകരിക്കാൻ അവർ വിസമ്മതിച്ചു. എന്റെ മകന്റെ മരണത്തിന് നീതി ലഭിക്കുന്നതുവരെയും ഞങ്ങൾ ഇത് വാങ്ങില്ല എന്ന് പറഞ്ഞു. കൂടാതെ അവർ പറഞ്ഞത്, നിങ്ങൾ സുർജിത്തിനെ മാത്രം അറസ്റ്റ് ചെയ്താൽ പോരാ, ഇതിന് അവന്റെ അച്ഛനും അമ്മയ്ക്കും ബന്ധമുണ്ട്. എല്ലാവരും ചേർന്നാണ് ആസൂത്രണം ചെയ്തത്. അവരെയും അറസ്റ്റ് ചെയ്താൽ മാത്രമേ മൃതദേഹം ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്ന് മാതാപിതാക്കൾ പറയാൻ തുടങ്ങി. 3-4 ദിവസം തുടർച്ചയായി പ്രതിഷേധിച്ചു. ഇപ്പൊ മറ്റു മാർഗമില്ലാതെ സുഭാഷിനിയുടെ അച്ഛൻ ശരവണൻ എന്ന ഈ ഒരു സബ് ഇൻസ്പെക്ടറെ അറസ്റ്റ് ചെയ്യുന്നു. തുടർന്ന് കവിന്റെ കുടുംബം ഡെഡ് ബോഡി വാങ്ങുകയും അദ്ദേഹത്തിന് അവസാന ചടങ്ങുകളെല്ലാം അർപ്പിക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴും കവിന്റെ അച്ഛൻ പറഞ്ഞത്, നിങ്ങൾ സുഭാഷിനിയുടെ അച്ഛനെ മാത്രം അറസ്റ്റ് ചെയ്താൽ പോരാ, അമ്മയായ എസ് ആ ഒരു സ്ത്രീ, അവരെയും നിങ്ങൾ അറസ്റ്റ് ചെയ്തേ മതിയാവുകയുള്ളൂ. സുർജിത്തിന്റെ അച്ഛനും അമ്മയും പദ്ധതിയിട്ട് സുർജിത്തിനെ പ്രേരിപ്പിച്ചു. എന്നിട്ടാണ് അവൻ വന്ന് തങ്ങളുടെ മകനെ കൊന്നത്. അതുകൊണ്ട് ഈ 2 പേരും ഈ കൊലപാതകത്തിൽ കുറ്റവാളികളായി തന്നെ ഉൾപ്പെടുത്തണമെന്നാണ് കവിന്റെ കുടുംബം ഇപ്പോഴും പറയുന്നത്. ഇപ്പൊ എല്ലാവരുടെ മനസ്സിലും വരുന്നൊരു ചോദ്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ സംഭവത്തിൽ ബന്ധപ്പെട്ട ഒരാൾ മരിച്ചു, കൊലയാളി അറസ്റ്റ് ചെയ്തു. എന്നാൽ ആ പെൺകുട്ടി സുഭാഷിനി, അവൾ ഇതുവരെയും വാതുറന്നൊന്നും സംസാരിച്ചില്ലേ എന്ന് നിങ്ങൾ ചോദിക്കാം. ശരിക്കും ആ പെൺകുട്ടി തന്നെയാണോ ആശുപത്രിയിലേക്ക് അവരെ വരാൻ പറഞ്ഞത്? ഇനി ഇവൻ ആശുപത്രിയിലേക്ക് വന്നത് സത്യത്തിൽ ആ പെൺകുട്ടിക്ക് അറിയില്ലേ എന്നുള്ള പല ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോഴാണ് സുഭാഷിനി ഒരു വീഡിയോ പുറത്തുവിട്ടത്. അതിലവൾ പറഞ്ഞത്, നിങ്ങൾ മാധ്യമങ്ങൾ 1000 കാര്യങ്ങൾ ഇങ്ങനെ തെറ്റായി സംസാരിക്കുന്നുണ്ട്. സംഭവിക്കാത്ത പല കാര്യങ്ങൾ നിങ്ങൾ ചിത്രീകരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചുവെന്ന് ഞാൻ പറയാം. മാധ്യമങ്ങൾ പറയുന്നത് ഞാൻ അവനെ പ്രണയിച്ചിട്ടില്ല, അവൻ മാത്രമാണ് എന്നെ പ്രണയിച്ചത് എന്ന്. അങ്ങനെയല്ല. ഞങ്ങൾ 2 പേരും സ്കൂൾ കാലം മുതലേ ആത്മാർത്ഥമായി തന്നെ പ്രണയിക്കുന്നുണ്ട്. ഞങ്ങൾ 2 പേരും വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് പ്രശ്നം വരുമെന്ന് ഞങ്ങൾക്കും നന്നായി അറിയാം. അതിനാൽ കവിനോട് ഞാൻ പറഞ്ഞു, പഠിച്ച് നല്ല ജോലിയൊക്കെ ആയല്ലോ, അപ്പോൾ വീട്ടിൽ വന്ന് വിവാഹം ചോദിക്കാൻ ആവശ്യപ്പെട്ടു. ആ സമയം കവിൻ പറഞ്ഞത്, എനിക്ക് ചില കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, ഒരു 6 മാസം കൂടെ കാത്തിരിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഇങ്ങനെ കവിൻ എനിക്കൊരു കമ്മിറ്റ്മെന്റ് നൽകി. ഇപ്പോ ഇവരുടെ പ്രണയത്തെക്കുറിച്ച് സുഭാഷിന്റെ സഹോദരനായ സുർജിത്തിന് അറിയാം. സുർജിത്ത് ചെയ്തത് അവന്റെ അച്ഛനായ എസ്ഐയോട് ചെന്ന് ഇതിനെക്കുറിച്ചൊക്കെ പറയുകയാണ്. ഉടൻ തന്നെ അച്ഛൻ മകളെ വിളിച്ച് ചോദിച്ചു, നീ ആരെയെങ്കിലും പ്രണയിക്കുന്നുണ്ടോ, സത്യം പറ എന്നും പറഞ്ഞു. അതിന് സുഭാഷിനി, ഇല്ല അച്ഛ, ഞാൻ ആരെയും പ്രണയിക്കുന്നില്ല എന്നും അവൾ കള്ളം പറഞ്ഞു. എന്തിന് കള്ളം പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ അതെ പ്രണയിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവനെ വീട്ടിൽ വിളിച്ചുകൊണ്ടുവാ എന്ന് പറയും. പക്ഷെ കവിൻ ഈ സമയം വിവാഹത്തിന് തയ്യാറല്ല. അതുകൊണ്ടാണ് സുഭാഷിനി ആ സമയം തന്റെ അച്ഛനോട് കള്ളം പറഞ്ഞത്. അപ്പോൾ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ പ്രണയത്തിലാണ് എന്ന് പോലും അറിയില്ല. എൻ്റെ സഹോദരനാണ് ഇത് ചെയ്തത്. അച്ഛനും അമ്മയും നിരപരാധികളാണ്. നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ വ്യക്തമാകുന്നുണ്ട്, സ്വന്തം മാതാപിതാക്കളെ സംരക്ഷിക്കാൻ ആ പെൺകുട്ടി ധാരാളം പ്രസ്താവനകൾ നൽകുന്നുണ്ട്. കാരണം കൊലപാതകം നടത്തിയതിനു ശേഷം ആ ഡെഡ് ബോഡിക്ക് മുൻപിൽ നിന്ന് സുർജിത്ത് പറഞ്ഞൊരു കാര്യം, ഇതാ നിന്റെ മകന്റെ ഡെഡ് ബോഡി എടുത്തുകൊണ്ടുപോ, ഇനി എൻ്റെ അച്ഛനും അമ്മയെങ്കിലും ഒന്ന് സമാധാനത്തോടു കൂടി ഇരിക്കട്ടെ എന്ന്. അപ്പോൾ ഒരു പക്ഷേ സുഭാഷിനിയുടെ പ്രണയം, അതായത് മറ്റൊരു ജാതിയിലുള്ള ഒരാളെ പ്രണയിച്ചതുകൊണ്ട് അച്ഛൻ അമ്മ ഈ 2 പോലീസുകാരുടെയും സമാധാനം പോയിട്ടുണ്ടാകും. അതിനർത്ഥം എന്താണ്? അവർക്ക് ഇതിനകം തന്നെ ഇവരുടെ പ്രണയത്തെക്കുറിച്ച് നന്നായി അറിയാമെന്നാണ്. പിന്നെയും എന്തുകൊണ്ട് സുഭാഷിനി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്സ് നൽകി വീഡിയോ പുറത്തുവിട്ടു എന്ന് ചോദിച്ചാൽ, അച്ഛനും അമ്മയും ഈ ഒരു കേസിൽ കുടുങ്ങിപ്പോകാതെ അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് നന്നായി മനസ്സിലാകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് വ്യക്തമായും കൃത്യമായും ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു കൊലപാതകം തന്നെയാണ്. ഇനി ജീവിതകാലം മുഴുവനും സുർജിത്ത് ഒരു പക്ഷേ ജയിലിലായിരിക്കണം. ആ ഒരു സാഹചര്യമാണ്. ഈ ഒരു കേസിന്റെ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. സുർജിത്തിന് ശിക്ഷ ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയാം. കാരണം അച്ഛനും അമ്മയും പോലീസാണല്ലോ. ഇനിയൊരു കേസിൽ കവിന്റെ അച്ഛനെയും അമ്മയെയും ഒന്ന് സമാധാനിപ്പിച്ച് മൃതദേഹം ഏറ്റുവാങ്ങാൻ വേണ്ടിയാണോ
ഈ സുഭാഷിണിയുടെ അച്ഛനെ അറസ്റ്റ് ചെയ്തത് എന്നൊന്നും അറിയില്ല. എങ്കിലും ഈ അച്ഛനും അമ്മയ്ക്ക് നേരിട്ട് ഈ ഒരു കൊലപാതകത്തിൽ ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അന്വേഷണത്തിന്റെ അവസാനം മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കും. ഇനി രണ്ടും മാതാപിതാക്കളും ചേർന്ന് സുർജിത്തിനെ ഇങ്ങനെ പ്രേരിപ്പിച്ച് കൊലപാതകം ചെയ്യാൻ അയച്ചതിന് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ മാത്രമേ ഈ അച്ഛനും അമ്മയ്ക്കും ശിക്ഷ വാങ്ങിക്കൊടുക്കാനും സാധിക്കുകയുള്ളൂ. പക്ഷെ എത്രയും പെട്ടെന്ന് അവർ റിലീസ് ആകാനും സാധ്യതയുണ്ട്. എന്നാൽ സുർജിത്ത് അവസാനം വരെയും ജയിലിൽ തന്നെ ആയിരിക്കണം. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് നമ്മുടെ സാമൂഹിക ഘടനയിൽ ജാതി എന്ന ഒരു കാര്യം 1-2 ദിവസത്തിൽ നീക്കം ചെയ്യാൻ കഴിയുന്ന ഒന്നേ അല്ല. ഇത് വർഷങ്ങളായി, പല തലമുറകളായി നമുക്കുള്ളിൽ തന്നെ അങ്ങനെ നിലയുറപ്പിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസമുള്ളവൻ, ഇല്ലാത്തവൻ, സമ്പന്നൻ, ദരിദ്രൻ, ഇങ്ങനെ എല്ലാവർക്കും ഇടയിൽ ജാതി എന്ന് വിളിക്കപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണോ അവൻ സമ്പന്നൻ, ഇവൻ ദരിദ്രൻ എന്നൊക്കെ പറയുന്നത്, അതുപോലെ തന്നെ നീ ഈ ജാതി, നീ ആ ജാതി, ഇതൊക്കെ നമ്മൾ ജനിച്ച അന്ന് മുതൽ തന്നെ ഇങ്ങനെ വിഭജിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ നാട്ടിലൊക്കെ മറ്റൊരു ജാതിയിലുള്ള ഒരാളെ വിവാഹം കഴിക്കുന്നത് വളരെ കുറ്റകൃത്യമായി തന്നെ കണക്കാക്കപ്പെട്ടിരുന്നു. ആ ഗ്രാമത്തിൽ നിന്നും പുറത്താക്കുക. ഗ്രാമങ്ങളിലാണ് ഇത് കൂടുതലായും സംഭവിക്കുന്നത്. അതും പണ്ടുള്ള സമയങ്ങളിൽ അങ്ങനെ ഒരു തെറ്റ് ചെയ്താൽ പിന്നെ അവരെ ഗ്രാമത്തിൽ നിന്നും പുറത്താക്കും. അല്ലെങ്കിൽ അവരുടെ ഈ പഞ്ചായത്തൊക്കെ വിളിച്ചു കൂട്ടി എല്ലാവർക്കും മുൻപിലൊക്കെ നിർത്തി അവരെങ്ങനെ പൊതുസമൂഹത്തിന് മുൻപിലിട്ട് കൊല്ലുക. നമ്മൾ പണ്ടത്തെ പല സിനിമകളിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഒരു തലമുറ, 2 തലമുറ, 3 തലമുറ ഇങ്ങനെ മുൻപ് സംഭവിച്ച കാര്യമാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോ പല ജാതിയിൽപ്പെട്ടവരും മിശ്രവിവാഹം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ പ്രണയ വിവാഹത്തിൽ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു ഗ്രാമത്തിൽ, ഗ്രാമം വേണ്ട, നഗരം തന്നെ എടുക്കാം, ഒരു അറേഞ്ച് മാരേജ് ചെയ്യുന്നവർ ഈ മറ്റൊരു ജാതിയിലുള്ള ഒരാളെ വിവാഹം കഴിക്കുന്നതാണ് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? 99.99% സ്വന്തം ജാതിയിൽപ്പെട്ട ഒരു വധുവിനെയോ വരനെയോ മാത്രമേ അന്വേഷിക്കുകയുള്ളൂ. അറേഞ്ച് മാരേജിൽ തീർച്ചയായും ഇങ്ങനെയുള്ള മിശ്ര വിവാഹങ്ങൾ സംഭവിച്ചതിന് വളരെ ചുരുക്കം മാത്രമെന്ന് പറയാം. അപ്പൊ ഈ പ്രണയ വിവാഹം മാത്രമാണ് ഇന്റർകാസ്റ്റ് അല്ലെങ്കിൽ ഇന്റർ റിലീജിയനിൽ സംഭവിക്കുന്നത്. ഇപ്പൊ നമുക്കൊരു ചോദ്യം വരാം. പ്രണയ വിവാഹമാണെങ്കിൽ തീർച്ചയായും മാതാപിതാക്കളുടെ ഇടയിൽ നിന്നും ഒരു എതിർപ്പ് വരും. തീർച്ചയായും എല്ലാ മാതാപിതാക്കൾക്കും അതൊരു വലിയ ഞെട്ടൽ തന്നെയാണ്. പ്രണയ വിവാഹം എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഷോക്കാണ്. അതും മറ്റൊരു ജാതി, മതത്തിലുള്ള ഒരാളെ വിവാഹം കഴിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ കൊണ്ട് അത് അംഗീകരിക്കാനേ സാധിക്കില്ല. നമ്മുടെ സമൂഹ ഘടനയിൽ ഈ ജാതി എന്ന കാര്യം നമുക്ക് 2 രീതിയിൽ കാണാൻ സാധിക്കും. അതായത് മുതിർന്നവർക്ക് അതൊരു അഭിമാനകരമായ ഒരു കാര്യം. അഭിമാനത്തെ വളരെ കുറഞ്ഞ ശതമാനത്തിൽ ഉൾപ്പെടുത്താം. അടുത്തത് ഈ സമൂഹം നൽകുന്ന ഒരു സമ്മർദ്ദമുണ്ട്. അതിനെയാണ് പലരും ഭയപ്പെടുന്നത്. ഇപ്പൊ ഇത്രയും നാൾ ബന്ധുക്കൾക്കിടയിൽ, സമൂഹത്തിനിടയിൽ നല്ലൊരു മതിപ്പുണ്ടായിരുന്നു, പ്രശസ്തി ഉണ്ടായിരുന്നു, ഒരു പേരുണ്ടായിരുന്നു. ഇപ്പൊ നമ്മളുടെ മകൾ മറ്റൊരു ജാതിയിൽ നിന്ന് വിവാഹം കഴിച്ചാൽ നമ്മെ ആരും ബഹുമാനിക്കില്ലല്ലോ, സമൂഹം എന്ത് പറയും? അത്തരത്തിലുള്ളൊരു ഭയമാണ് എല്ലാവർക്കും ഉള്ളത്. സമൂഹത്തെ ഫേസ് ചെയ്യാനുള്ളൊരു മടി. ഇതിപ്പോ തമിഴ്നാട്ടിൽ നടന്നൊരു സംഭവം, കേരളത്തിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് ഞാൻ പ്രത്യേകം പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇതിൽ കവിനാണെങ്കിൽ നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്ന വളരെ വേദനാജനകമായ സംഭവമാണ് കെവിൻ നീനു സംഭവം. കെവിനെ എത്ര ക്രൂരമായാണ് കൊന്നതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതും ഇതേ ജാതിയുടെ പേരിൽ തന്നെയാണ്. ഇവിടെയൊക്കെ സംഭവിക്കുന്നത് മറ്റൊരു ജാതിയിൽ നിന്നുള്ള ആൺകുട്ടി പ്രണയത്തിലാവുകയാണെങ്കിൽ മാതാപിതാക്കൾക്ക് എന്ത് തീരുമാനമെടുക്കുന്ന ഒരു കുഴപ്പം തന്നെ ഇവിടെ സംഭവിക്കുന്നു. അപ്പോൾ ആദ്യം പെൺകുട്ടിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. അവൾ കേൾക്കുന്നില്ല. അവൾ പറയുന്നത് ഇല്ല, എനിക്ക് അവനെ മാത്രമേ വിവാഹം കഴിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. പിന്നെ മാതാപിതാക്കൾ ഭീഷണിയുടെ വഴിയെ പോകുന്നു. അല്ലെങ്കിൽ സ്വന്തം ജാതിയിലുള്ള ഒരാളെ വിവാഹം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് തന്റെ വിധി എന്ന് ആ പെൺകുട്ടി കരുതും. ആഗ്രഹിച്ചത് ലഭിച്ചില്ല, കിട്ടിയതിനെ വെച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ തുടങ്ങും. ഇപ്പൊ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൊലപാതകം സംഭവിച്ചത് കൊണ്ട് ഇക്കാര്യം നമുക്ക് അറിയാൻ സാധിച്ചു. എന്നാൽ എത്രയോ സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള മിശ്ര വിവാഹങ്ങൾ, പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും. ഒരുപാട് പേരെ വേർപിരിച്ച് അവർക്ക് ഇഷ്ടമില്ലാത്ത മറ്റൊരാളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാകും. ഇതൊന്നും നമുക്കറിയില്ല. കൊലപാതകം നടന്നതുകൊണ്ട് ഇത് നമുക്ക് പകൽ വെളിച്ചം പോലെ പുറത്തറിയാൻ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? ഈ പ്രണയ വിവാഹം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. ഇന്നത്തെ കാലത്ത് പ്രണയിക്കരുതെന്ന് പറയാനേ സാധിക്കില്ല. അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇപ്പൊ നിങ്ങൾ, നമ്മുടെ മക്കൾ മറ്റൊരു ജാതിയിലുള്ള ഒരാളെ പ്രണയിക്കുകയാണ്. നിങ്ങളെ കൊണ്ടത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഒന്നുകിൽ നിങ്ങൾ വലിയ മനസ്സോടുകൂടി എനിക്ക് മറ്റുള്ളവരെ കുറിച്ച് യാതൊരു ചിന്തയുമില്ല, എനിക്ക് എൻ്റെ മകളുടെ അല്ലെങ്കിൽ മകന്റെ സന്തോഷമാണ് പ്രധാനം എന്ന് ചിന്തിച്ച് എല്ലാവരെയും എതിർത്തുകൊണ്ട് നിങ്ങൾ വിവാഹം കഴിപ്പിക്കണം. അത് വളരെ സന്തോഷം നിറഞ്ഞൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ചെയ്താൽ തീർച്ചയായും അഭിനന്ദിക്കാം. പക്ഷെ ചില മാതാപിതാക്കൾക്ക് അതൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ല. ചെറുപ്പം മുതലേ ജാതി, മതം, ബന്ധങ്ങൾ, സമൂഹം ഇങ്ങനെയായിരിക്കും അവൾ വളർന്നത്. അവരെ കൊണ്ട് മറ്റൊരു വ്യത്യസ്ത സംസ്കാരം അല്ലെങ്കിൽ ആ ഒരു ജാതിയിൽ തങ്ങളുടെ മകനെയോ മകളെയോ കൊടുക്കാൻ താല്പര്യപ്പെടില്ല. അപ്പോഴാണ് ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ അവിടെ ഉയർന്നു വരുന്നത്. പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുക, കൊലപാതകം ചെയ്യുക. പെൺകുട്ടിക്ക് താല്പര്യം ഉണ്ടായിരുന്നിട്ടും ഇല്ലായിരുന്നിട്ടും കൂടി മാതാപിതാക്കൾ തെറ്റായ വഴിയിലൂടെ അവരുടെ ചിന്തകളെ കൊണ്ടുപോകുന്നു. പക്ഷെ അവിടെയും നമുക്കൊരു ചോയ്സ് ഉണ്ട്.
ഞാൻ പറയുന്നതൊന്നും എൻ്റെ മകൾ കേൾക്കുന്നില്ല, പക്ഷേ ഞങ്ങളെ കൊണ്ട് നിന്നെ എന്തായാലും പൂർണ്ണ മനസ്സോടുകൂടി വിവാഹം കഴിപ്പിച്ചയക്കാൻ സാധിക്കുകയില്ല. ഞങ്ങൾ കാലാകാലമായി ഇങ്ങനെയാണ് ജീവിച്ചത്. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നീ ജീവിച്ചോ, ഞങ്ങൾക്കതിൽ പ്രശ്നമില്ല. പക്ഷെ നീ ഇഷ്ടപ്പെടുന്ന ചെറുക്കനുമായി വിവാഹം നടത്തി തരാൻ ഞങ്ങൾക്ക് താല്പര്യമേ ഇല്ല, നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ജീവിക്കാം. ഇങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഒന്നുകിൽ അവൾ അവന്റെ കൂടെ പോയി സന്തോഷകരമായി ജീവിക്കും, ഭാവിയിൽ കുഞ്ഞുങ്ങൾ ജനിക്കും, പിന്നീട് ഈ കുടുംബങ്ങളെല്ലാം ഒരുമിച്ചാകാൻ സാധ്യതയുണ്ട്. ഇനി അതല്ലെങ്കിൽ ആ പെൺകുട്ടി അവന്റെ കൂടെ പോയി ജീവിക്കും, ഒരു പക്ഷെ ആ ജീവിതം നല്ലതായിരിക്കാം. ഇനി മോശമാണെങ്കിൽ തിരികെ ആ കുടുംബം മകളെ വിളിച്ചുകൊണ്ട് തന്നെ വരും. ഇതൊക്കെയാണ് വഴി, മറ്റെന്താണ് ചെയ്യാൻ സാധിക്കുക? ഈ ജനറേഷനിൽ മാതാപിതാക്കൾ പറയുന്നത് മക്കൾ എന്തായാലും കേൾക്കുന്നില്ല. മാതാപിതാക്കളെ കൊണ്ടും ഒരിക്കലും താഴോട്ട് ഇറങ്ങി വരാൻ കഴിയില്ല. ഈ ജാതിയെയും സമൂഹത്തിനെയും വിട്ടുകൊടുക്കാനും സാധിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആവശ്യമില്ലാതെ പെൺകുട്ടിയെ കൊല്ലുക, ആൺകുട്ടിയെ കൊല്ലുക, ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുക, ഇവയ്ക്കെല്ലാം അപ്പുറം ഇതൊക്കെ ഒരു നല്ല പരിഹാരം എന്ന് വേണമെങ്കിൽ കരുതാം. ഈ ഒരു കേസ് തന്നെ നമുക്ക് ഉദാഹരണമായി എടുക്കാം. ഇതിലിപ്പോൾ എന്താണ് സംഭവിച്ചത്? ആർക്ക് എന്താണ് ലാഭം? ആ ഒരു ആൺകുട്ടി മരിച്ചു, ശരി. നിങ്ങളുടെ മകൻ ഇപ്പോൾ എന്ത് സംഭവിച്ചു? അവൻ ജീവിതകാലം മുഴുവനും ജയിലിലായിരിക്കണം. നാളെ നിങ്ങളുടെ മകൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലൊരു വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുമോ? തീർച്ചയായും ഇല്ല. ഇപ്പോൾ നിങ്ങൾ ഇനി ജയിലിലേക്ക് പോകുമ്പോൾ പുറത്തേക്ക് വരുമോ എന്നുള്ളത് പോലും അറിയില്ല. അപ്പോൾ ഈ പറയുന്നതൊക്കെ അതിക്രമങ്ങളിലും ക്രൈമിലും അവസാനിക്കുന്നത് കൊണ്ട് നമുക്ക് ആർക്കും യാതൊരു ഗുണവുമില്ല. പകരം ശരി, ഞങ്ങൾക്ക് എന്തായാലും നിന്നെ കല്യാണം കഴിപ്പിച്ചു വിടാൻ താല്പര്യമില്ല, നിനക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം, നിനക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ നിനക്ക് ജീവിക്കാം എന്ന് പറഞ്ഞ് അവരങ്ങനെ വിടുന്നതായിരിക്കും അതിൻ്റെ ഒരു ശരി. ഇതൊക്കെ ഓരോ മാതാപിതാക്കളും അങ്ങനെ ചിന്തിച്ച് ചെയ്യേണ്ടതാണ്. വലിയ മനസ്സുള്ള മാതാപിതാക്കളാണെങ്കിൽ തീർച്ചയായും അവരെ അംഗീകരിക്കുക. ഇനി ഇത്രയും സമയം മാതാപിതാക്കളോട് പറഞ്ഞ കാര്യമാണ്, ഇനി നമുക്ക് മക്കളോട് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് നന്നായി തന്നെ അറിയാം ചില വീടുകളിൽ എത്രത്തോളം മാതാപിതാക്കൾ സ്ട്രിക്റ്റ് ആയിരിക്കും. കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ചില പെൺകുട്ടികളൊക്കെ പറയും, അയ്യോ സിനിമയ്ക്ക് പോകണോ, ഇല്ല അമ്മയും അച്ഛനും സമ്മതിക്കില്ല എന്ന്. ആരോടെങ്കിലും ആണുങ്ങളോട് സംസാരിച്ചാൽ തന്നെ അച്ഛൻ വഴക്ക് പറയും, ചേട്ടൻ വഴക്ക് പറയും എന്നൊക്കെ. അപ്പോൾ തങ്ങളുടെ കുടുംബത്തിന് എന്തിഷ്ടപ്പെടും, എന്തിഷ്ടപ്പെടില്ല, എന്തിനു വേണ്ടിയാണ് ആ വീട്ടിൽ നിയന്ത്രണങ്ങൾ ഉള്ളത്, ആ കുടുംബത്തിന്റെ പ്രാധാന്യം എന്ത്, ആ കുടുംബത്തിൽ എന്തൊക്കെയാണ് ഇഷ്ടപ്പെടാത്തത്, ഇതൊക്കെ മക്കൾക്ക് നന്നായി അറിയാം. അപ്പോൾ മറ്റൊരു ജാതിയിൽപ്പെട്ട മതത്തിൽപ്പെട്ട ഒരാളെ പ്രണയിച്ച് വിവാഹം കഴിച്ചാൽ തൻ്റെ കുടുംബം തീർച്ചയായും അംഗീകരിക്കില്ല എന്നുള്ളത് നമുക്ക് 100% അറിയാം, വളരെ നന്നായി തന്നെ അറിയാം. അങ്ങനെ അറിയുകയാണെങ്കിൽ ദയവ് ചെയ്ത് പ്രണയിക്കാതിരിക്കുക. ഇനി പ്രണയിക്കേണ്ട എന്ന് പറയുന്നില്ല, മറ്റൊരു ജാതിയിൽ മതത്തിലുള്ള ഒരാളെ പ്രണയിക്കാതിരിക്കുക. ഇതൊന്നും ഞാൻ പ്രണയത്തിന് എഗെയിൻസ്റ്റായി സംസാരിക്കുന്നതല്ല, ഒരു യഥാർത്ഥ വസ്തുത മാത്രമാണ് പറയുന്നത്. ഇപ്പൊ നടക്കില്ല, സംഭവിക്കില്ല എന്നറിയാമായിരുന്നിട്ടും നമ്മൾ പ്രണയിച്ച് എന്തിനാണ് ഇത്രയേറെ പ്രശ്നങ്ങൾ ഭാവിയിൽ വരുത്തി വയ്ക്കുന്നത്? നമ്മുടെ കുടുംബം എന്തായാലും സംഭവിക്കില്ല, അപ്പൊ പിന്നെ എന്തിനാണ് അനാവശ്യമായ ഒരു പ്രണയത്തിൽ വീഴുന്നത്? ഇതാണ് ബെസ്റ്റ്. അറിഞ്ഞുകൊണ്ട് തന്നെ കുഴിയിൽ വീഴുന്നത് ഒഴിവാക്കുക. അപ്പോൾ സുഹൃത്തുക്കളായി നിങ്ങളൊന്ന് മനസ്സിലാക്കുക, പ്രണയിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ കുടുംബത്തിലെ സാഹചര്യം ഒന്ന് പരിഗണിക്കുക. കാരണം ഓരോ കുടുംബത്തിലും സാഹചര്യം വ്യത്യസ്തമായിരിക്കും. ചില ആളുകൾ വളരെ തുറന്ന മനസ്സുള്ളവരായിരിക്കും, അവരുടെ ചിന്തകളിൽ മിശ്ര വിവാഹം പ്രശ്നമില്ല. പക്ഷെ ചിലർ ഇപ്പോഴും വളരെ പിന്നോക്കമാണ്, ഞങ്ങളിതൊന്നും അംഗീകരിക്കില്ല എന്നൊക്കെ അവസാനം വരെയും പറയും. അപ്പോൾ അതിനനുസരിച്ചതുപോലെ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക. ഈ കേസിൽ കവിനും സുഭാഷിനിക്കും ചെറുപ്പം മുതലേ നന്നായി തന്നെ അറിയാം കുടുംബം അംഗീകരിക്കില്ല എന്ന്. എങ്കിലും അവരുടെ ബന്ധം അവർ മുന്നോട്ട് കൊണ്ടുപോയി. അവസാനം എന്ത് സംഭവിച്ചു? അതിലൊരാൾ മരിച്ചു, മറ്റൊരാൾ കുറച്ച് ദിവസം അവനെയും ആലോചിച്ച് ദുഃഖിക്കുമായിരിക്കും. പിന്നീട് അവളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഈ ജാതി 1-2 വർഷത്തിൽ അല്ലെങ്കിൽ ചില വർഷങ്ങളിൽ അപ്രത്യക്ഷമാകുന്ന ഒരു കാര്യമേ അല്ല. വർഷങ്ങളായി, തലമുറകളായി നമ്മുടെ സമൂഹത്തിൽ അതൊരു ഘടനയായി തന്നെ ഇങ്ങനെ കെട്ടിച്ചമച്ചിട്ടുണ്ട്. അത്ര പെട്ടെന്ന് അതിനെ നമുക്കിങ്ങനെ തല്ലിക്കെടുത്താനും സാധിക്കില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, ഈ ജാതിയുടെ പ്രാധാന്യം നമ്മുടെ മക്കൾക്കുള്ളിലേക്ക് നമ്മളിങ്ങനെ വിതയ്ക്കാതിരിക്കുക. നമ്മളോ ജാതിയിൽ അടിമപ്പെട്ടു പോയി, നമ്മുടെ മക്കളെയും എന്തിനെ അതിലേക്ക് തള്ളിവിടണം? അത് നമ്മൾ ഉറപ്പാക്കണം. 24 വയസ്സുള്ള ഒരു ആൺകുട്ടി, അവന് തൻ്റെ സഹോദരി മറ്റൊരു ജാതിയിലുള്ള പുരുഷനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ഇവൻ ഇഷ്ടപ്പെട്ടില്ല, അത്രത്തോളം വെറുപ്പാണ്. ഒരു കൊലപാതകം ചെയ്യാൻ തക്ക വെറുപ്പ് അവൻ അതിനോട് തോന്നണമെന്നുണ്ടെങ്കിൽ അവൻ ഉൾപ്പെടുന്ന ആ ഒരു സമൂഹം ജാതിക്കും മതത്തിനും എത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ടുള്ളവരായിരിക്കണം? ഈ പ്രാധാന്യം എവിടെ നിന്ന് വരുന്നു? അവൻ്റെ സ്കൂളിൽ നിന്നാണോ, കോളേജിൽ നിന്നാണോ വരുന്നത്? സമൂഹത്തിൽ നിന്നാണോ വരുന്നത്? ഇല്ല, അതവൻ്റെ വീട്ടിൽ നിന്നാണ് വരുന്നത്. വീട്ടിലെ അച്ഛനും അമ്മയും ചെറുപ്പം മുതലേ നീ ഈ ജാതിയിൽപ്പെട്ടവരാണ്, നീ ഈ ആളാണ്, ഈ മതമാണ്, നമ്മൾ ഇത്രയേറെ ശ്രേഷ്ഠന്മാരാണ്, നമ്മൾ ഇങ്ങനെയുള്ളവരെ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ, ഇവരോട് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ, ഇങ്ങനെ ചെറുപ്പം മുതലേ അമിതമായ ഒരു സമ്മർദ്ദം ചെലുത്തുന്നതിനാൽ ഈ ജാതിയുടെ പ്രാധാന്യം ആൺകുട്ടികൾക്ക് വളരെ വലുതായി തന്നെ തോന്നുന്നു. അതുകൊണ്ട് മാതാപിതാക്കൾ എന്ന നിലയിൽ ഈ ജാതിയുടെ മാരകമായ ഒരു വിഷം അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് ഒരു കടമയായി തന്നെ മാറണം. ഇത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. എങ്കിൽ മാത്രമേ തലമുറകളായി തുടർന്നു വരുന്ന, മുന്നോട്ട് കൊണ്ടുപോകുന്ന ജാതി എന്ന ഈ മാരകമായ വിഷയത്തെ തകർത്തെറിയാൻ സാധിക്കുകയുള്ളൂ.
ഇങ്ങനെ ഓരോ മാതാപിതാക്കൾ ചെയ്യുമ്പോൾ മാത്രമേ പതിയെ അതിന്റെ ഇമ്പാക്റ്റ് കുറയുകയും ഒരു ഘട്ടത്തിൽ അത് അങ്ങനെ കാണാതാവുകയും ചെയ്യും. വളരെ പ്രാക്ടിക്കലായി തന്നെ നമ്മൾ അതിനെ സമീപിക്കണം. മാതാപിതാക്കളായും കുട്ടികളായാലും പ്രാക്ടിക്കലായി അതിനെ ചിന്തിച്ച് ജാതിയോട് സമീപിക്കുകയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്ന ക്രൂരതകളൊക്കെ ഒരു പരിധി വരെയെങ്കിലും തടയാൻ സാധിക്കും. ഇനി ഈ ഹോണർ കില്ലിംഗ് എങ്ങനെ തടയാം എന്നുള്ളതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.